സ്വാഗതം. ഓണത്തെക്കുറിച്ചും മാവേലിയെക്കുറിച്ചുമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? ഉം. ഇന്ന് നമ്മൾ കയ്യിലുള്ള ഈ ലേഖനങ്ങളെ അടിസ്ഥാനമാക്കി ആരായിരുന്നു മാവേലി എന്നതിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ പോകാൻ ശ്രമിക്കുകയാണ്. ഒരു ചരിത്രപുരുഷനായിരുന്നു അദ്ദേഹം, അതോ വെറും ഒരു സങ്കല്പമാണോ? തീർച്ചയായും. മാവേലിയുടെ പിന്നാലെ പോകുമ്പോൾ ചരിത്രവും ഐതിഹ്യവും എങ്ങനെയാണ് ഇങ്ങനെ കെട്ടുപിണഞ്ഞു കൊടുക്കുന്നതെന്ന് കാണാൻ പറ്റും. ഈ ലേഖനങ്ങൾ അതിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ശരിയാണ്. പക്ഷേ അതിലുപരി ഓണം എങ്ങനെയാണ് ജാതിമതഭേദമന്യേ നമ്മളെ ഒന്നിപ്പിക്കുന്നത് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതെ അതെ. അപ്പോ നമുക്ക് ഈ ചരിത്രവും ഐതിഹ്യവും ഒന്ന് വേർതിരിക്കാൻ ശ്രമിച്ചാലോ? ഈ ലേഖനങ്ങൾ വെച്ച് ദേവനേയ പാവനാരുടെ കാഴ്ചപ്പാടിൽ നിന്ന് തുടങ്ങാം. ആവാം. അദ്ദേഹം പറയുന്നത് മാവേലി ഒരു പഴയ ചേര രാജാവായിരുന്നു എന്നാണല്ലോ. ശരിയാണ്. പാവനാർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മാ എന്നാൽ വലിയ, വേലി എന്നാൽ അതിർത്തി കാക്കുന്നവൻ അല്ലെങ്കിൽ ഒരു രാജാവ്. ആം, ആ പേരിന്റെ അർത്ഥം വെച്ചാണല്ലേ? അതെ. അപ്പം മാവേലി എന്നാൽ ഒരു മഹാനായ രാജാവ്, വിശാലമായ ഒരു രാജ്യത്തിന്റെ അധിപൻ, ശരിക്കും ഒരു ഭരണാധികാരി. അപ്പോ ഓണം എന്ന ഈ ആഘോഷം വാമനന്റെ കഥയൊക്കെ വരുന്നതിനു മുൻപേ ഇവിടെ ഉണ്ടായിരുന്നിരിക്കാം എന്നാണോ പാവനാർ ചിന്തിക്കുന്നത്? അതെ, അദ്ദേഹത്തിന്റെ വാദം അതാണ്. ഈ രാജാവിന്റെ ഓർമ്മയ്ക്കു വേണ്ടിയുള്ള ഒരു ആഘോഷമായിരിക്കാം ഓണം പണ്ടേ തുടങ്ങിയത്. പിന്നീട് ആര്യന്മാരുടെ വരവോടെ അവരുടെ പുരാണത്തിലെ ആ വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്ന കഥയില്ലേ, അത് ഇതിലേക്ക് കൂട്ടിച്ചേർത്തു. ശരിക്കും പറഞ്ഞാല് ഈ കഥയ്ക്ക് കേരളത്തിന്റെ മണ്ണുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം നിലവിലുള്ള ഒരു ആചാരത്തിലേക്ക് പുതിയ കഥകൾ വന്നുചേരുന്നു. അതെ. എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം. എന്നാൽ ആനന്ദ നീലകണ്ഠൻ ഇതിനെ സമീപിക്കുന്നത് കുറച്ചുകൂടി വേറൊരു രീതിയിലാണല്ലോ. അസുരയൊക്കെ എഴുതിയ ആളാണ്. അതെ അതെ. നീലകണ്ഠന്റെ വ്യാഖ്യാനം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അദ്ദേഹം പറയുന്നത് പുരാണത്തിലെ ഈ ദേവന്മാർ അസുരന്മാരെന്നൊക്കെ പറയുന്നത് ചരിത്രത്തിലെ വിജയികളും തോറ്റവരും. ശരിയാണ്. വിജയികളായ ആര്യന്മാരായിരിക്കാം ദേവന്മാർ, പരാജയപ്പെട്ട ദ്രാവിഡരോ മറ്റു തദ്ദേശീയരോ ആകാം അസുരന്മാർ. അപ്പോ ഈ രാമായണം, വാമനന്റെ കഥ, ഇതൊക്കെ ഈയൊരു അധികാര വടംവലിയുടെ ഒരു പ്രതീകാത്മകമായ അവതരണങ്ങളാവാം. അദ്ദേഹത്തിന്റെ ഓണക്കഥയുടെ ഒരു പുനരാഖ്യാനമുണ്ടല്ലോ, വാമനൻ ഒരു പണ്ഡിതനായി വരുന്നു എന്നൊക്കെ. അതെങ്ങനെയാണ്? അതൊരു രസകരമായ വ്യാഖ്യാനമാണ്. ഒരു പണ്ഡിതൻ, അതായത് വാമനൻ, കേരളത്തിലെ ഉദാരനായ ഒരു രാജാവിനോട്, മാവേലിയോട്, ഒരു വിദ്യാലയം തുടങ്ങാൻ സ്ഥലം ചോദിക്കുന്നു. അപ്പോ ഒരുപക്ഷെ അതൊരു സംവാദമോ ഒരു ബൗദ്ധിക വെല്ലുവിളിയോ ആയിരുന്നിരിക്കാം അവർ തമ്മിൽ. അതിൽ ആ പണ്ഡിതൻ ജയിച്ചാൽ സ്ഥലം കൊടുക്കാമെന്ന് രാജാവ് പറയുന്നു. എന്നിട്ട് പണ്ഡിതൻ ജയിച്ചു, 3 അടി മണ്ണ് കിട്ടി. ഈ 3 അടി മണ്ണ് എന്നതും ഒരു പ്രതീകമാണല്ലേ? തീർച്ചയായും. ഒരു ചെറിയ തുടക്കം, പിന്നീടത് വലിയ അധികാരമായി മാറുന്നതുപോലെ. അതെ. അതാണ് നീലകണ്ഠന്റെ വ്യാഖ്യാനത്തിലെ പ്രധാന പോയിന്റ്. ആ ചെറിയ വിദ്യാലയം പതിയെ പതിയെ വളർന്നു, സ്വാധീനം കൂടി. ഒടുവിൽ തദ്ദേശീയനായ ആ രാജാവിനെ തന്നെ അവർ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. ഒരു ചെറിയ സ്ഥാപനം ഒരു രാജാവിനെ പുറത്താക്കുകയോ? അത് ചിന്തിക്കുമ്പോൾ ഒരു സംശയം തോന്നും. പക്ഷേ ചരിത്രത്തിൽ ഉദാഹരണങ്ങളുണ്ട്. ബ്രിട്ടീഷുകാർ വന്ന കാര്യം ഓർത്തു നോക്കൂ. ശരിയാണ്. ചെന്നൈയിൽ കോട്ട പണിയാൻ ചെറിയ സ്ഥലം വാങ്ങിയിട്ട്. അതെ. പിന്നെയൊരു ഉപഭൂഖണ്ഡം മുഴുവൻ കീഴടക്കിയില്ലേ? അപ്പോ ചെറിയ തുടക്കങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവാം. അങ്ങനെ പുറത്താക്കപ്പെട്ട രാജാവ് വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാൻ വരാൻ അനുവാദം ചോദിച്ചു. ആ ദിവസമാണ് ഓണമായി മാറിയത് എന്നാണ് ഈ വ്യാഖ്യാനം. അതെ. അപ്പൊ അവസാനം നമ്മൾ എവിടെ എത്തുന്നു? മാവേലി ശരിക്കും ഉണ്ടായിരുന്നോ ഇല്ലയോ? എന്താണ് ഉത്തരം? അതാണ് പ്രശ്നം. അവിടെ കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാണ്. മാവേലി ഒരു ചരിത്രപുരുഷനാകാം, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രതീകമാകാം, ചിലപ്പോ പൂർണ്ണമായും ഒരു പുരാണ കഥാപാത്രവുമാകാം. ഈ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പല സാധ്യതകളാണ് മുന്നിൽ വരുന്നത്. ഒരൊറ്റ ഉത്തരം കിട്ടുന്നില്ല. ശരിയാണ്. ചരിത്രവും ഐതിഹ്യവും തമ്മിൽ വേർതിരിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ല. അല്ല. അപ്പൊ ഈ കഥകളെല്ലാം, അതിന്റെ ചരിത്രപരമായ അടിത്തറ എന്തുതന്നെയായാലും എന്താണ് നമ്മളോട് പറയുന്നത്? ഇതിന്റെയൊക്കെ ഒരു സന്ദേശം എന്താണ്? ശരിക്കും പറഞ്ഞാൽ മാവേലിയുടെ കഥ, അത് ഏതു രൂപത്തിൽ നമ്മൾ കേട്ടാലും ഒരു നല്ല കാലത്തെക്കുറിച്ചുള്ള, ഒരു നീതിയും സമാധാനവുമുള്ള ഒരു ഭരണത്തെക്കുറിച്ചുള്ള മനുഷ്യരുടെ ഒരു സ്വപ്നമാണ് അതിൽ കാണുന്നത്. അതെ. പക്ഷെ ഒരുപക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഓണം എങ്ങനെയാണ് എല്ലാ മലയാളികളെയും അവരുടെ പശ്ചാത്തലമൊന്നും നോക്കാതെ ഒന്നിപ്പിക്കുന്നത് എന്നതാണ്. തീർച്ചയായും. അതൊരു വലിയ കാര്യമാണ്. സംസ്കാരത്തിന്റെയും ഒരു കൂട്ടായ്മയുടെയും വലിയ ആഘോഷം.
അതെ, ഒരുപക്ഷെ അതാണ് ഓണത്തിന്റെ യഥാർത്ഥ മാന്ത്രികത, അതിന്റെ സത്ത. അതെ. ഇനിയിപ്പോ ഇത് കേൾക്കുന്ന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മാവേലിയെക്കുറിച്ചുള്ള ഈ വ്യത്യസ്ത കാഴ്ചപ്പാടുകളൊക്കെ കേട്ടല്ലോ. ഓണാഘോഷത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി, ഏറ്റവും പ്രസക്തമായി തോന്നുന്നത് എന്താണ്? ആ പഴയ നീതിമാനായ രാജാവിന്റെ ഓർമ്മയാണോ, അതോ ഈ ആഘോഷം ഇന്ന് നമുക്ക് നൽകുന്ന ആ ഒത്തൊരുമയുടെയും സ്നേഹത്തിന്റെയും സന്ദേശമാണോ?